ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും നിതീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിതാ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഓർഡർ ഇല്ലാത്ത ദിവസമൊക്കെ കുറച്ച് നേരം ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങൂട്ടോ. അപ്പോൾ അങ്ങനെ ഉറങ്ങി എണീറ്റിട്ട് വരുമ്പോൾ അവർ രണ്ടാളും കൂടി കിച്ചണിൽ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുകയാണ്. സ്കൂളില്ലാന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടാൾക്ക് തന്നെ ഇട്ട പണി, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഞാൻ വന്നിട്ട് ഇതാ ചായക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ ഇതാ എന്തൊക്കെയോ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അവരെന്തൊക്കെയോ ഒരു വെറൈറ്റി നൂഡിൽസ് ഉണ്ടാക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ ആയതിന് ശേഷം ഞാനിതാ ഇക്കാക്ക് ചായ കൊണ്ട് കൊടുക്കുന്നു. ഇന്ന് കുറച്ച് നേരത്തെ ഉറങ്ങി എണീറ്റതാണ് കേട്ടോ. ഇനി ഞങ്ങൾ തേങ്ങ മേടിക്കാൻ പുഴൻ്റെ അങ്ങോട്ടൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഞാനിതാ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങളങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെത് കയ്യൊന്നും പൊളിക്കണ്ട കേട്ടോ, ഞാൻ പുഴൻ്റെ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് പോവുകയാണ് കേട്ടോ. നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ പുഴയ്ക്ക്. ഞങ്ങൾ തേങ്ങ കൊണ്ടുവരാമെന്ന് വെച്ചിട്ട് വണ്ടിയിൽ പോകണം. വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. പുഴയ്ക്കാട്ടോ ആദ്യം പോകുന്നത്, എന്നിട്ടാണ് തേങ്ങ മേടിക്കാൻ പോകുള്ളൂ. ഇതാണ് കേട്ടോ ഇവിടുത്തെ പുഴ. വെള്ളമൊക്കെ നന്നായി കമ്മിയായിട്ടുണ്ട് കേട്ടോ. ഒരാളിതാ മീൻ പിടിക്കുന്നുണ്ട്. ഞാനിതാ അത് കൂടെ ഒന്ന് ഇറങ്ങി അങ്ങോട്ട് ഒന്ന് നടക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് പുഴയിൽ വന്നാൽ. നല്ല തണുത്ത കാറ്റും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അത് ചെക്ക് ഡാമാണ്. കുറേ നേരമൊക്കെ അവിടെ നിന്നപ്പോൾ ഒക്കെ വിളിക്കുകയാണ് കേട്ടോ, മതി നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിക്കുകയാണ് അവിടെ നിന്ന്. പിന്നെ പോയിട്ട് ഇതാ തേങ്ങയൊക്കെ മേടിക്കുകയാണ് കേട്ടോ. അവിടെ ഞങ്ങൾക്ക് കുറച്ച് വഴുതനങ്ങയൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. വണ്ണമൊന്നുമില്ല, പക്ഷെ നാടനല്ലേ, കറി വെക്കാറെന്ന് പറഞ്ഞിട്ട് അതിനൊന്ന് പൊട്ടിച്ചെടുത്തിറക്കുകയാണ്. ഞാൻ തേങ്ങയൊക്കെ എടുത്തിട്ട് ഞങ്ങളിതാ വണ്ടിയിൽ ഇടുകയാണ്. അങ്ങനെ പിന്നെ ഇതാ അവിടെ നിന്ന് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടിയിൽ നിന്ന് തേങ്ങയൊക്കെ എടുത്തിട്ട് ഇതാ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിതാ മഴ വരുന്ന പോലെ ഉണ്ട് കേട്ടോ. ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ട്. അപ്പോൾ ടി വി ഒക്കെ നിർത്തലാന്നൊക്കെ പറയാണ് കേട്ടോ. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കിച്ചണിലേക്ക് കയറുകയാണ്. ഇതാ വാഴയ്ക്ക ബജി ഉണ്ടാക്കാൻ ഞാനിതാ മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടാട്ടോ പോയത്. പിന്നെ ഇതാ വഴുതനങ്ങ ഒന്ന് ഉപ്പേരി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അതിനെടുത്തിട്ടുണ്ട്. പിന്നെ നാളേക്ക് പത്തിരിക്കുള്ള ഉള്ളിയാണ് കേട്ടോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. തേങ്ങ ഒന്ന് പൂണ്ട് വെക്കണം. പിന്നെ ഞാൻ വേഗം ഇതാ ബജി ഉണ്ടാക്കാനുള്ള വാഴയ്ക്കനെയൊക്കെ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. വാഴയ്ക്കയും വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം ബജിയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. വഴുതനങ്ങ വെക്കാൻ ഇപ്പുറത്തെ അടുപ്പിൽ കുറച്ച് പരിപ്പിനൊക്കെ ഒന്ന് വേകാനിട്ടുണ്ട്. ബജി കൂട്ടി കഴിക്കാൻ ഇതാ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കാൻ ഇതാ തേങ്ങനെയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്.
മോള് പിന്നെ അതിനൊക്കെ ചിരകി അരച്ച് തന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനത് ആ ബജ്ജിയൊക്കെ ഉണ്ടാക്കിയിട്ട് ചായയും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമ്മുടെ ചട്ടണി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ വഴുതനങ്ങക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ ചായയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉച്ചയ്ക്കുള്ള ചോറ് ഞാനൊന്ന് ചൂടാൻ വെച്ചിറക്കുകയാണ്. സാമ്പാറിനൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം മുട്ട വറക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ചായയൊക്കെ റെഡിയായിട്ട് ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും വാങ്ങ് കൊടുത്തു കേട്ടോ. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ വെച്ചാലും അതൊന്ന് കമൻറ്റും ചെയ്യണം. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരാം. എല്ലാ കൂട്ടുകാർക്കും ബായ്.